വേദവാക്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. വിധി, മന്ത്രം, അർത്ഥവാദം, നാമധേയം, നിഷേധം എന്ന് 5 വകയായി വിഭജിച്ചാണ് വേദവാക്യങ്ങളെ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ വിധി എന്താണ് എന്ന് വിസ്തരിച്ചു. ഈ വാക്യങ്ങളുടെ എല്ലാം താല്പര്യം നോക്കുമ്പോൾ ഇതെല്ലാം പ്രത്യക്ഷത്തിനും അനുമാനത്തിനും വിഷയമല്ലാത്തതാണ് എന്ന് കാണാം. വേദവും അങ്ങനെ തന്നെ പറയുന്നു. വൈദിക സമ്പ്രദായത്തിലും പ്രത്യക്ഷാനുമാനങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത പുരുഷാർത്ഥോപായം പറയുന്നത് കൊണ്ടാണ് വേദം വേദമാകുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ പ്രത്യക്ഷവും അനുമാനവും കൊണ്ടൊരു വിഷയത്തെ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ അറിയാൻ പറ്റാത്ത വിഷയമാണ് ഒരു വാക്യത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ, ആ വാക്യത്തിന്റെ അർത്ഥം, ആ വാക്യം പകർന്നു കൊടുക്കുന്ന അറിവ് തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഒരു വഴിയുമില്ല എന്നാണ് അർത്ഥം. അതായത് മനുഷ്യവിദ്യയുടെ പ്രാഥമിക കർത്തവ്യമായ പ്രമാണ പരീക്ഷയ്ക്ക് ഈ വാക്യത്തെ വിധേയമാകാൻ പറ്റില്ല. പ്രമാണ പരീക്ഷ ചെയ്യാതെ സ്വീകരിക്കണം. കാരണം ഒരു പ്രമാണങ്ങളും അവിടെ പ്രവർത്തിക്കില്ല. പ്രത്യക്ഷം പ്രവർത്തിക്കില്ല, അനുമാനം പ്രവർത്തിക്കില്ല. അങ്ങനെ പ്രവർത്തിക്കാത്ത വാക്യത്തെയാണ് ശബ്ദപ്രമാണമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം, ആ വാക്യത്തിന്റെ അർത്ഥം അറിവേ അല്ല എന്നാണ്. ആ വാക്യത്തിന്റെ അർത്ഥം വെറും വിശ്വാസമാണ്. വിശ്വാസത്തെ അറിവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസത്തെ അറിവാക്കി കൊണ്ടു നടക്കുന്നു. ഇത് മതവിശ്വാസികളുടെ പൊതുവായ സ്വഭാവമാണ്. വേദം മതഗ്രന്ഥമാണെന്നും വൈദികര് വേദവിശ്വാസികളെല്ലാം മതവിശ്വാസികളാണ് എന്നും വേറെ ഒന്നും അല്ല എന്നും മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു. വെറും വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. അങ്ങനെ വേദവിശ്വാസികൾ, വേദജ്ഞാനം എന്നൊരു ജ്ഞാനമില്ല. കാരണം വേദത്തിൽ ജ്ഞാനമില്ല. വേദത്തിൽ ജ്ഞാനമില്ല എന്ന് വൈദിക തത്വങ്ങൾ സമാഹരിച്ച് പറയുന്ന മീമാംസാ സൂത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ജൈമിനി മീമാംസാ സൂത്രങ്ങളിൽ ഈ താത്പര്യം സൂത്രിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അന്നായസ്യ ക്രിയാർത്ഥത്വാത് അനർത്ഥക്യം തദർത്ഥാനാം അന്നായസ്യ ക്രിയാർത്ഥത്വാത്. അന്നായസ്യ, അന്നായം എന്ന് പറഞ്ഞാൽ വേദം. അഭ്യാസം എന്ന് ധാതു, ആവർത്തി ചെയ്യലാണ് അഭ്യാസം. അതുപോലെ ആവർത്തിച്ച് പഠിക്കുന്നത്, ദിവസേന പഠിക്കുന്നത്, സ്വാധ്യായത്തിന് വിഷയമാക്കുന്നത്. അങ്ങനെ പഠിക്കുന്നത് കൊണ്ട് വേദത്തിന് ആംനായ എന്ന് പേര്. അതിൻ്റെ ആംനായസ്യ, വേദത്തിന്റെ ക്രിയാർത്ഥത്വമാണ്. ക്രിയാർത്ഥത്വം ഹേതുവായിട്ട് വേദത്തിലെ എല്ലാ വാക്യങ്ങൾക്കും ക്രിയാപരമായ അർത്ഥമാണുള്ളത്. ക്രിയാപരമായ അർത്ഥമേ ഉള്ളൂ. ഏതെങ്കിലും വാക്യത്തിന് ക്രിയാപരമല്ലാത്ത അർത്ഥം പറഞ്ഞാൽ അത് അനർത്ഥമായിരിക്കും, അർത്ഥമാകില്ല. ഇതാണ് സൂത്രത്തിന്റെ താല്പര്യം.
ഇതുകൊണ്ട് വേദവാക്യങ്ങളിലൊന്നും ജ്ഞാനം പ്രതിപാദിക്കുന്നില്ല എന്ന് ജൈമിനി തന്നെ വ്യക്തമാക്കുന്നു. വേദം പഠിച്ചിട്ടുള്ളവർക്ക് സ്വയം അറിയാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. അവർക്ക് മാനസ പ്രത്യക്ഷവും ഉണ്ടാകും. വേദത്തിൽ ജ്ഞാനം ഇല്ല, ഭ്രമ ഇല്ല. ഭ്രമ ഇല്ലാത്തത് കൊണ്ട് വേദത്തിലെ ഒരു വാക്യവും പ്രമാണവാക്യമല്ല എന്നാണ് പറയേണ്ടത്. പ്രമയെ ജനിപ്പിക്കുന്നത് മാത്രമേ പ്രമാണമാവുള്ളൂ. പ്രമാകരണം പ്രമാണം എന്നാണല്ലോ. പ്രമയുടെ അസാധാരണ കാരണമാണ് പ്രമാണം. വേദവാക്യങ്ങൾ ഒരു ജ്ഞാനത്തെയും ജനിപ്പിക്കുന്നില്ല എങ്കിൽ അതിനെ പിന്നെ പ്രമാണം എന്ന് പറയേണ്ട കാര്യമില്ല. മുഴുവനും ക്രിയയ്ക്ക് വേണ്ടിയുള്ളതാണ്. യാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വേദം, വൈദിക സാഹിത്യം മുഴുവനും ഉണ്ടായിരിക്കുന്നത്. വേറെ ഒരു പ്രയോജനവും ഇതിന് ഇല്ല. അങ്ങനെയുള്ള വേദത്തിൽ വിധിയാണ് എൻ്റെ മർമ്മം, വിധിയാണ് ആത്മാവ്, കർമ്മം ചെയ്യാനുള്ള വിധി. ഈ വിധിയെ തുടർന്ന് അതിൻ്റെ അനുഷ്ഠാനത്തിൽ വരുന്ന വിശദാംശങ്ങളെ, ആ വിശദാംശങ്ങളോട് ബന്ധപ്പെട്ട അർത്ഥങ്ങളാണ് ബാക്കിയുള്ള എല്ലാം. ബാക്കി 4 വകയും വിധിവാക്യൈകവാക്യങ്ങളാണ്. മറ്റു വാക്യങ്ങളെല്ലാം 5 വകയായിട്ട് പറഞ്ഞ വാക്യങ്ങളിൽ 4 വകയിലും പെട്ട വാക്യങ്ങൾ മുഴുവൻ വിധിവാക്യൈകവാക്യങ്ങളാണ്. വിധിവാക്യത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് അവയ്ക്ക് നിലനിൽപ്പേ ഇല്ല. വിധിയോട് ചേർത്ത് വെച്ച് മാത്രമേ അവയെ ചിന്തിക്കാൻ പറ്റുള്ളൂ. വിധിയിൽ നിന്നാണ് അവയ്ക്ക് അർത്ഥം കിട്ടേണ്ടത്. അങ്ങനെ വിധിയുടെ വിശേഷണങ്ങൾ മാത്രമാണ് ഈ വാക്യങ്ങൾ. ഇതം ജൈമിനി പറഞ്ഞിട്ടുണ്ട്. വിധനാത് ഏകവാക്യത്വാത് സുത്യർത്ഥേന വിധീനാം സ്യുഃ. വിധിന ഏകവാക്യത്വാത്, വിധിവാക്യ ഏകവാക്യമായതുകൊണ്ട് വിധിവാക്യത്തോട് ചേർത്ത് വെച്ച് ആ വിധിവാക്യവും പരിശോധിക്കുന്ന വാക്യവും ഒന്നായിരുന്നാലത്തെ പോലെ വാക്യം വേർതിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. വിധിവാക്യത്തോട് ചേർത്ത് വെച്ചാൽ ഇതിന്റെ അർത്ഥം അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ വിധിയോട് ഏകവാക്യം ആയതുകൊണ്ട് സുത്യർത്ഥേന വിധീനാം സ്യുഃ, വിധീനാം സുത്യർത്ഥേന സ്യുഃ. വിധിയെ സ്തുതിക്കുന്നവയാണ് ബാക്കി വാക്യങ്ങളെല്ലാം എന്നേ വരൂ എന്നർത്ഥം. എങ്ങനെയാണ് ഈ മന്ത്രാദികളായിട്ടുള്ള വാക്യങ്ങളൊക്കെ? ഇനി എന്താണ് മന്ത്രം എന്ന് നോക്കാം. മന്ത്രത്തിന്റെ നിർവചനം പ്രയോഗ സമവേത അർത്ഥസ്മാരക മന്ത്ര. പ്രയോഗ സമവേത അർത്ഥസ്മാരക മന്ത്ര. പ്രയോഗ സമവേത, പ്രയോഗത്തോട് ചേർന്നിരിക്കുന്നത്. അങ്ങനെ പ്രയോഗത്തോട് ചേർന്നിരുന്ന് അർത്ഥസ്മാരക, ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്ന് സ്മരിപ്പിക്കുന്നത്. ഇതാണ് മന്ത്രം. പ്രയോഗ സമവേത അർത്ഥസ്മാരക മന്ത്ര. പ്രയോഗത്തോട് ചേർന്നിരുന്ന് അതിന്റെ അർത്ഥത്തെ സ്മരിപ്പിക്കുന്ന വാക്യമാണ് മന്ത്രം. അപ്പൊ എന്തിനാണ് ഈ മന്ത്രം എന്ന ചോദ്യം ഉണ്ടാകാം. ഈ ചെയ്യുന്ന ക്രിയയുടെ പ്രയോജനം എന്താണെന്ന് വേദം പഠിച്ചവർക്ക് അറിയാമല്ലോ. ഓരോ ക്രിയയുടെയും പ്രയോജനം അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, പ്രയോജനം അറിയാതല്ല ചെയ്യുന്നത്. ഇങ്ങനെ പ്രയോജനം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ അർത്ഥം മന്ത്രം കൊണ്ട് സ്മരിക്കുന്നത്? സ്മരിച്ചാൽ മതിയോ?
ഒരാ മന്ത്രം കൊണ്ട് തന്നെ മന്ത്രൈരേവ സ്മർത്തവ്യ, മന്ത്രം കൊണ്ട് തന്നെ സ്മരിക്കണം, ഇത് നിർബന്ധമാണ്. അപ്പൊ ഇതൊരു ചടങ്ങ് പോലെയാണ്. ഓരോ പ്രയോഗത്തിന്റെയും അർത്ഥത്തെ നിഷ്കൃഷ്ടമായ മന്ത്രം കൊണ്ട് സ്മരിക്കണം എന്നാണ് വിധി. അങ്ങനെ അർത്ഥത്തെ സ്മരിപ്പിക്കുന്നതാണ് മന്ത്രം. അപ്പൊ അങ്ങനെയുള്ള മന്ത്രങ്ങളുടെ ഒരു ഉദാഹരണം നോക്കാം. ശുദ്ധത്വം ദൈവ്യായ കർമ്മണേ മന്ത്രമാണ്. ശുദ്ധത്വം ദൈവ്യായ കർമ്മണേ, ദൈവ്യായ കർമ്മണേ ശുദ്ധത്വം, ദൈവികമായ കർമ്മത്തിനു വേണ്ടി ശുദ്ധത്വം, നീ ശുദ്ധിയാവുക. ശുദ്ധിയാകേണ്ട ആരോടോ പറയുന്നതാണ് ഈ മന്ത്രം. അതാരോടാണ് എന്നറിയണം. ഇത് യാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രവിശേഷത്തോട് പറയുന്നതാണ്. എല്ലാ പാത്രത്തിനോടുമല്ല, ഒരു പാത്രത്തോട്. ഈ മന്ത്രം എവിടെ പ്രയോഗിക്കണം എന്നറിയണത് അങ്ങനെയാണ്. ഇത് യാഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം, അത് തൈരും പാലും കൂട്ടി ഉണ്ടാക്കുന്നതാണ്. അതിന് സാന്നായ്യം എന്നാണ് പേര്. ഈ സാന്നായ്യം എടുക്കുന്ന പാത്രത്തിന് സാന്നായ്യ പാത്രം എന്ന് പേര്. ഈ സാന്നായ പാത്രം കഴുകുമ്പോൾ പ്രയോഗിക്കേണ്ട മന്ത്രമാണ് ശുദ്ധത്വം ദൈവ്യായ കർമ്മണേ. അതിന് സാന്നായ പാത്ര അംഗത്വം ആണ് ഉള്ളത്. ആ പാത്രം കഴുകുമ്പോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം കഴുകാൻ. രണ്ടും ഒരുമിച്ച് നടക്കണം. മന്ത്രം ജപിച്ചുകൊണ്ട് ക്രിയ ചെയ്യണം. ഇങ്ങനെ മന്ത്രം മന്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ താല്പര്യം വേദത്തിൽ. ഓരോരോ ക്രിയാംഗത്തിൻ്റെയും പ്രയോജനം എന്താണ് എന്ന് സ്മരിപ്പിക്കുന്ന വാക്യമാണ് മന്ത്രം. അപ്പൊ എന്താണ് മന്ത്രത്തിന്റെ ശക്തി എന്നും ചിന്തിക്കേണ്ട. മന്ത്രത്തിന് ഒരു ശക്തിയുമില്ല. ഈ മന്ത്രം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഈ കർമ്മത്തിന്റെ പ്രയോജനം ഇതാണ് എന്ന് അറിയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അറിയാത്തവരെ അറിയിക്കാനുമല്ല ഈ മന്ത്രം ഉപയോഗിക്കുന്നത്. നേരത്തെ തന്നെ അറിയാവുന്ന ആളുകള് ക്രിയ ചെയ്യുമ്പോൾ മന്ത്രം ചൊല്ലി തന്നെ ഓർക്കണം എന്ന നിർബന്ധത്തിന് വിധേയമായിട്ട് തങ്ങൾക്ക് അറിയാവുന്ന അർത്ഥത്തെ ഈ മന്ത്രം കൊണ്ട് സ്മരിക്കുന്നു. പിന്നെ അതിനെ സ്മരിക്കുന്നു എന്ന് പറയാൻ പാടില്ല, കാരണം മരണം അല്ലെങ്കിൽ തന്നെ ഉണ്ട് അവർക്ക്. ഈ മന്ത്രത്തിന്റെ ആവശ്യമില്ല സ്മരിക്കാൻ. ഈ മന്ത്രം അനുപേക്ഷണീയമായ ഒന്നല്ല എന്ന് വരുന്നതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മന്ത്രം എവിടെയും ഒഴിവാക്കാവുന്നതാണ്. മന്ത്രം കൊണ്ട് തന്നെ സ്മരിക്കണമെന്ന നിർബന്ധം കാരണം നേരത്തെ തന്നെ പ്രയോജനം അറിയാവുന്ന വൈദികന്മാർ ഓരോ ക്രിയാംഗവും അനുഷ്ഠിക്കുമ്പോൾ അതതിന് നിശ്ചയിച്ചിട്ടുള്ള മന്ത്രം, അതിൻ്റെ അർത്ഥം സ്മരിപ്പിക്കുന്ന മന്ത്രം ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മന്ത്രം കൊണ്ട് ഒരു പ്രയോജനവും വാസ്തവത്തിൽ ഇല്ല എന്നാണ് സത്യം. ഇങ്ങനെ മന്ത്രം എന്ന രണ്ടാമത്തെ വക. ഇനി അർത്ഥവാദം. ഈ മന്ത്രം അർത്ഥവാദം. സ്വതന്ത്രമായി പ്രയോജനം അർത്ഥമില്ലാത്തതും വേറെ ഏതെങ്കിലും അർത്ഥത്തെ സ്തുതിക്കാനോ നിന്ദിക്കാനോ വേണ്ടി പ്രയോഗിക്കുന്നതുമായ വാക്യത്തെയാണ് അർത്ഥവാദ വാക്യം എന്ന് വിളിക്കുന്നത്. അർത്ഥവാദ വാക്യത്തിൽ എന്തെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാച്യമായ എന്തെല്ലാം അർത്ഥങ്ങൾ അവിടെ ഉണ്ട് എങ്കിലും ആ അർത്ഥങ്ങൾക്കൊന്നിനും പ്രസക്തിയില്ല.
ആ പറഞ്ഞിരിക്കുന്ന വാച്യാർത്ഥങ്ങളെല്ലാം കൂടി ഒരർത്ഥത്തെ മാത്രം ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ആ അർത്ഥം എന്താണ്? ഇത് പ്രശസ്യമാണ്, അല്ലെങ്കിൽ ഇത് നിന്ദ്യമാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരർത്ഥം. ഇതിന് പറയാൻ വേണ്ടി മാത്രമാണ് മന്ത്രം. വാക്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം, ഓരോ വാക്യത്തിനും വാച്യാർത്ഥമുണ്ട്. പക്ഷെ വാച്യാർത്ഥങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എല്ലാ വാച്യാർത്ഥങ്ങളും കൂടി മുഴുവൻ മന്ത്രത്തിൻ്റെയും അർത്ഥം, മുഴുവൻ വാക്യങ്ങളും കൂടി ബോധിപ്പിക്കുന്നത് ഇത് നിന്ദ്യമാണ് അല്ലെങ്കിൽ ഇത് പ്രശസ്തമാണ് എന്നും മാത്രം. അതുകൊണ്ട് അർത്ഥവാദത്തെ നിർവചിക്കുന്നത് നിന്ദാസ്തുതി അന്യതരപരം വാക്യം അർത്ഥവാദ. നിന്ദാസ്തുതി അന്യതര പരം, നിന്ദാസ്തുതി ഈ രണ്ട്. ഇതിൽ അന്യതര പരം, അന്യതരം രണ്ടിലൊന്ന്. ഈ രണ്ടിൽ ഒന്നിനെ സംബന്ധിക്കുന്ന അന്യതര പരം വാക്യം അർത്ഥവാദ. നിന്ദാപരമോ സ്തുതിപരമോ ആയ വാക്യമാണ് അർത്ഥവാദം എന്നർത്ഥം. ഇവിടെ ഉപനിഷത്ത് വേദത്തിന്റെ ഭാഗമാക്കി വെച്ചിരിക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം ആത്മവിജ്ഞാനപരമായ സാഹിത്യമാണ് ഉപനിഷത്ത്. ആത്മവിജ്ഞാന വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. കപടശാസ്ത്രങ്ങൾ കയറ്റി നിറച്ചിട്ടുണ്ട്. ഈ കപടശാസ്ത്രങ്ങളുടെ കാട്ടിൽ നിന്ന് എന്താണ് ശരിയായ ഉപനിഷത്ത് എന്ന് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ കുഴച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഉപനിഷത്ത് വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓരോ വാക്യവും വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇത് ഉപനിഷത്തല്ല, ഉപനിഷത്തല്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഇത് ഉപനിഷത്തിന് വിരുദ്ധമാണ് എന്ന അനുഭവവും നമുക്കുണ്ടാകും. ഉപനിഷത്തല്ലാത്തതും ഉപനിഷത്തിന് വിരുദ്ധവുമായ ഒരുപാട് പ്രതിപാദനങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഉപനിഷത്തുകളിൽ ഉണ്ട്. എല്ലാ ഉപനിഷത്തുകളിലും ഉണ്ട്. അതിനെ മനഃപൂർവ്വം അങ്ങനെ ആക്കിയതാണ്. ആത്മവിജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടി അതിനെ കപടശാസ്ത്രത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ ഉപനിഷത്തിനെ അർത്ഥവാദമായിട്ടാണ് വൈദികന്മാർ പറയുന്നത്. അർത്ഥവാദമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് സ്വതന്ത്രമായിട്ടൊരു താല്പര്യം ബോധിപ്പിക്കാനില്ലല്ലോ. അതിന് അർത്ഥമില്ല, അതിലെ വാക്യങ്ങൾക്കൊന്നും അർത്ഥമില്ല. മാത്രമല്ല, വേദത്തിലെ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥമില്ലല്ലോ. വേദത്തിലെ വാക്യവിഭാഗങ്ങളിൽ ഒന്നാണ് അർത്ഥവാദം. അതുകൊണ്ട് അർത്ഥവാദത്തിന് തീർച്ചയായിട്ടും ജ്ഞാനാർത്ഥമില്ല, ജ്ഞാനപരമായ അർത്ഥമില്ല. ഇങ്ങനെ വൈദിക ദൃഷ്ട്യ ഉപനിഷത്തിന് ജ്ഞാനപരമായ അർത്ഥം ഇല്ല. അത് യജമാനനെ സ്തുതിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഉപനിഷത്തുകളിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മവിജ്ഞാനത്തെ പാടെ നിഷേധിക്കുകയാണ്. ഉപനിഷത്ത് വേദമാണ്. വേദത്തിലെ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് വാക്യാർത്ഥമാവില്ല, അത് അനർത്ഥമേ ആവുകയുള്ളൂ. വേദത്തിലെ എല്ലാ വാക്യങ്ങളെയും വിധിയോട് ചേർത്ത് വെച്ച് വേണം വിചാരം ചെയ്യാൻ. ഉപനിഷത്തിനെയും വിധിയോട് ചേർത്ത് വെച്ച് വിചാരം ചെയ്യണം. അങ്ങനെ വിചാരം ചെയ്യുമ്പോൾ ഇതെല്ലാം
യജമാന പ്രശസ്തി. യജമാനൻ യാഗം ചെയ്യുന്നവൻ, യാഗം ചെയ്യുന്നവനെ പ്രശംസിക്കുന്ന വാക്യങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിൽ ഒരു വിജ്ഞാനവും ഇല്ല എന്ന് ആത്മവിജ്ഞാനത്തെ പാടേ നിഷേധിച്ചു. അതുകൊണ്ട് വിജ്ഞാനം അല്ലാത്തതും ആത്മവിജ്ഞാനത്തിന് ഘടകവിരുദ്ധമായതും ആയ കപടശാസ്ത്രങ്ങൾ ഇത്രയധികം ഉണ്ടാക്കി. ഈ കപടശാസ്ത്രങ്ങളിൽ അതിനെ ഒഴിച്ചിട്ടതിൽ ഒരു തെറ്റുമില്ല. തെറ്റുണ്ടായെന്നൊരു വൈദികനും തോന്നില്ല. അത് യഥാർത്ഥവാദമാണ്. അങ്ങനെ ഭാരതത്തിന്റെ സ്വത്വത്തെ പ്രകാശിപ്പിക്കുന്ന, ഭാരത തന്മ വെളിവാക്കുന്ന ആത്മവിജ്ഞാനം ഭാരതത്തിന് നഷ്ടപ്പെട്ടു. അതിൻ്റെ സ്ഥാനത്ത് കപടശാസ്ത്രങ്ങൾ വന്നു. ഇന്നും ആ കപടശാസ്ത്രങ്ങൾ ഭാരതീയ വിദ്യ വ്യാജേന പ്രചരിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ പ്രചരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭാരതത്തിൻ്റെ ആത്മാവിനെ അറിയാൻ കഴിയില്ല, ഭാരതത്തിൻ്റെ ബുദ്ധിയെ അറിയാൻ കഴിയില്ല, ഭാരതത്തിൻ്റെ മനസ്സിനെ അറിയാൻ കഴിയില്ല. എന്താണ് ഭാരതത്തിൻ്റെ ഭാവം, ഭാരതീയത്വം അല്ലെങ്കിൽ ഭാരതത്വം, ഇത് നമുക്ക് അറിയാൻ കഴിയില്ല. അതറിയാൻ വേണ്ടതൊന്നും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രമെന്ന വിചാരമില്ലാത്തത്, രാഷ്ട്രാഭിമാനമില്ലാത്തത്. അഭിമാനം ഉണ്ടാകണമെങ്കിൽ അഭിമാനിക്കത്തക്കതായി എന്തെങ്കിലും തൻ്റെ നാട്ടിലുണ്ട് എന്ന് തോന്നണം. അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. നാട്ടിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തു എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്നത് ശുദ്ധാസംബന്ധങ്ങളാണ്, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമാണ്. അത് പഠിപ്പിക്കുമ്പോൾ ഈ അന്ധവിശ്വാസവും ദുരാചാരവുമാണ് ഭാരതത്തിന്റെ ദേശീയത്വം. അതുകൊണ്ട് എനിക്ക് ഈ ഭാരതത്തെ പറ്റി ലജ്ജിക്കണം എന്നാണ് പഠിക്കുന്നവർക്ക് തോന്നുക. അങ്ങനെ രാഷ്ട്രാഭിമാനത്തിന് പകരം രാഷ്ട്രത്തിൽ അപമാനം തോന്നുന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തള്ളിവിടുന്നു. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തുടങ്ങിയതല്ല അത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ അധപതനം മുഴുവനും വന്നത് എന്ന് പലരും പറയാറുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തല്ല ഇത് വന്നത്. ബ്രിട്ടീഷുകാരുടെ വരാനും കൂടിയുള്ള കാരണം എന്താണോ, ബ്രിട്ടീഷുകാർക്ക് മുൻപ് മോളന്മാരും എൽജിമാരും ഒക്കെ വരാൻ എന്താണോ കാരണമായത്. ഇംഗ്ലീഷുകാർ വന്ന കാലത്ത്, ആധുനിക കാലത്ത് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ വന്ന് ഭാരതത്തിന്റെ ഓരോ ഭാഗങ്ങൾ പിടിച്ചടക്കാൻ എന്താണോ കാരണമായത്. എല്ലാ വൈദേശിക ആക്രമണങ്ങൾക്കും ആധിപത്യത്തിനും അധിനിവേശത്തിനും കാരണമായത് എന്താണോ അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് കണ്ടെത്തേണ്ടത്. വേറെ എന്ത് കണ്ടെത്തിയാലും ഭാരതത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നോക്കുമ്പോഴാണ് ഈ ഭാരതത്തിൻ്റെ അസ്മിത വെളിപ്പെടുത്താത്ത ഈ ഭാരതീയ സാഹിത്യം എന്ന് ലേബലൊട്ടിച്ച കപട ശാസ്ത്രങ്ങൾ നമ്മൾ കാണുന്നത്. ഇതൊന്നും ഭാരതത്തിൻ്റെ അല്ല. എഴുതിയതിൽ ഭാരതീയരും ഉണ്ടായിരുന്നത് തീർച്ച. വിദേശികൾ ഇരുന്ന് എഴുതിയതല്ല, വിദേശികൾ എഴുതിയതുമുണ്ട്. ആ വിദേശികളെ വിദേശികളായിട്ട് കണക്കാക്കാൻ ഇന്നത്തെ ഇന്ത്യക്കാർ തയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഷയം.
വിദേശികളും സ്വദേശികളുമായ കാപട്ടികന്മാർ, വഞ്ചകന്മാർ, ജനദ്രോഹികൾ, രാഷ്ട്രദ്രോഹികൾ ഒരുമിച്ച് കൂടി എല്ലാവരും എഴുതിയുണ്ടാക്കിയ സാഹിത്യങ്ങളുടെ സമാഹാരമാണ് ഈ ഭാരതീയ വിദ്യ എന്ന പേരിൽ പ്രചരിക്കുന്ന കപടശാസ്ത്രം. നമ്മുടെ ശബ്ദപ്രമാണം ചിന്തിക്കുമ്പോൾ ഇത് ചിന്തിക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കില്ല. ശബ്ദപ്രമാണത്തിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത്. വേറെ പ്രമാണമൊന്നും ഇത് പലതിനും ഇല്ല. കപടശാസ്ത്രങ്ങൾക്ക് പ്രത്യക്ഷം എന്തായാലും ഇല്ലല്ലോ, ആർക്കും മനസ്സുകൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല. അപ്പൊ കപടശാസ്ത്രങ്ങളുടെ അനുഭൂതി ആർക്കും ഉണ്ടാവില്ല. എന്റെ സാക്ഷാത്കൃതി, സാക്ഷാത്കാരം, റിയലൈസേഷൻ ഉണ്ടാവില്ല. ഏതുറപ്പാണ്. പിന്നെ എങ്ങനെ നിലനിൽക്കും? എന്തുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ ജീവിക്കുന്നത്? കപടശാസ്ത്രം ശബ്ദപ്രമാണം കൊണ്ട് മാത്രമാണ്. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ് വിഡ്ഢിത്തങ്ങൾ പ്രചരിപ്പിക്കുക. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഒരു വസ്തുവിനെ അറിയാൻ കഴിയില്ലെങ്കിൽ ആ വസ്തു ഇല്ല എന്ന് പറയുന്നതാണ് ഭേദം. അഥവാ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാൻ നമുക്ക് അറിയില്ല എന്ന് പറയുന്നു. അല്ലാതെ ശബ്ദപ്രമാണം ഉണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം ശബ്ദപ്രമാണം ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം ആദ്യം ഉണ്ടാവണം. പ്രത്യക്ഷവും അനുമാനവും ജ്ഞാനത്തിന് മുൻപേ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടവ ജ്ഞാനത്തിന്റെ കാരണങ്ങളാണ്. ഒരു വിഷയത്തിന്റെ പ്രത്യക്ഷം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെ അറിയുന്നു. അനുമാനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് ആ വിഷയത്തിന്റെ അറിവുണ്ടാവുന്നു. വാക്യം അങ്ങനെ ആവാൻ പറ്റുമോ? ജ്ഞാനികളായ നമുക്ക് ആ വാക്യം പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് അറിവുണ്ടാകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ വാക്യം ഏതോ കാലത്ത് ആരോ രചിച്ചതാണ്. ആ വാക്യം രചിച്ച ആൾ വാക്യത്തിൽ നിന്നല്ല ഈ ജ്ഞാനം സമ്പാദിച്ചത് എന്ന് തീർച്ചയാണല്ലോ. വക്താവിന് വാക്യം കൊണ്ടല്ല ജ്ഞാനം ഉണ്ടായത്. വേറെ ഏതെങ്കിലും പ്രമാണം കൊണ്ടുണ്ടായ ജ്ഞാനത്തെ വാക്യത്തിലാക്കുന്നു. ആദ്യം വാക്യം ഉണ്ടായിട്ട് പിന്നെ ജ്ഞാനം ഉണ്ടാവാൻ പറ്റില്ല. ആദ്യം ജ്ഞാനം ഉണ്ടായിട്ട് ജ്ഞാനത്തെ വാക്യത്തിലാക്കുന്നു. ഒരു ജ്ഞാനത്തിന്റെ ശബ്ദ ആവിഷ്കാരമാണല്ലോ വാക്യം. ഇപ്പൊ ശബ്ദ ആവിഷ്കാരം ഉണ്ടാകുന്നതിന് മുൻപ് ആ ജ്ഞാനം ഉണ്ടാകണം. അപ്പൊ വക്താവ് ഏത് പ്രമാണം കൊണ്ട് ഈ ജ്ഞാനം സമ്പാദിച്ചുവോ ആ പ്രമാണം ശബ്ദപ്രമാണത്തിന് മേലെയാണല്ലോ. ശബ്ദപ്രമാണം അതിന്റെ കീഴെയാണല്ലോ. ആ പ്രമാണം ഏതാണ് എന്ന് നോക്കിയാൽ അത് ഒന്നുകിൽ പ്രത്യക്ഷമാണ്, അല്ലെങ്കിൽ അനുമാനമാണ്. മൂന്നാമതൊന്നില്ല. പ്രത്യക്ഷം കൊണ്ടോ അനുമാനം കൊണ്ടോ അറിഞ്ഞതിനെ വക്താവ് വാക്യത്തിലാക്കി. അത് അറിഞ്ഞുകൂടാത്തവർക്ക് പിന്നെ ആ വാക്യം പ്രമാണമാകുന്നു. ഇങ്ങനെയാണ് ശബ്ദപ്രമാണം ഉണ്ടാവുന്നത്. അല്ലാതെ ശബ്ദപ്രമാണത്തിന് ഉണ്ടാകാൻ കഴിയില്ല. വൈദികന്മാര് അവകാശപ്പെടുന്നു വേദം ആരുടെയും രചനയല്ല, അത് ഈശ്വരനെ പോലെ നിത്യമാണ്. വേദനിത്യത്വവാദം. വേദം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. വേദമില്ലാത്ത കാലമില്ല. വേദം നിത്യമാണ്. ഈശ്വരനെ പോലെ നിത്യമാണ് വേദം. വേദത്തിൽ പദമുള്ളത് കൊണ്ടാണ് ലോകത്തിൽ പദാർത്ഥം ഉണ്ടാകുന്നത് എന്നുവരെയാണ് വാദം. ഇതാണ് വേദത്തിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം. ഇങ്ങനെ ശബ്ദപ്രമാണത്തെ തന്നെ നശിപ്പിച്ചു. ശബ്ദപ്രമാണം എന്ന സങ്കല്പത്തെ തന്നെ മലിനമാക്കി.
ശബ്ദപ്രമാണം എന്ന് പറഞ്ഞ് അബദ്ധങ്ങൾ എഴുന്നള്ളിച്ച് അബദ്ധങ്ങളെ കൊണ്ട് ഭാരതം മുഴുവൻ നിറച്ചു. ഈ അബദ്ധങ്ങളാണെന്ന് ഭാരതീയ മനസ്സിനെ ഭരിക്കുന്നത്. അതാണ് ഭാരതീയൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്, ഭാരതീയൻ ഏത് ദിശയിൽ ചിന്തിക്കണമെന്ന് തീരുമാനിക്കും. നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം കപടശാസ്ത്രത്തിന് അധീനമായിരിക്കുന്നു, വ്യാജ പ്രമാണങ്ങൾക്ക് അധീനമായിരിക്കുന്നു. പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതിനെ വാക്യം കൊണ്ട് അറിയുന്നു എന്ന് പറയുന്നത് വെറും വഞ്ചനയാണ്. പ്രത്യക്ഷാനുമാനങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതിനെ അറിയാനേ പറ്റില്ല. അറിയാൻ പറ്റാത്തത് കൊണ്ട് അതിനെ വിഷയമാക്കി ഒരു വാക്യവും രചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത അർത്ഥമാണ് എന്ന് പറഞ്ഞ് എന്താണോ പറയുന്നത് അത് ശുദ്ധ അസംബന്ധമാണ്, അത് ലോകത്തിൽ ഇല്ലാത്തതാണ്, അത് മിഥ്യയാണ്. ഈ വാക്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മിഥ്യാജ്ഞാനത്തെയാണ്, സമ്യജ്ഞാനത്തെ അല്ല. ഒരു രാജ്യത്ത് ഈ മിഥ്യാജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന എണ്ണമില്ലാത്ത ഗ്രന്ഥങ്ങളും അത് പ്രേരിപ്പിക്കാൻ വലിയ യന്ത്രങ്ങളും എല്ലാം ഉണ്ടായിരിക്കുകയും സമ്യജ്ഞാനം പ്രചരിപ്പിക്കാൻ അങ്ങനെ ഒരു സംവിധാനവും ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ എന്താണ് സംഭവിക്കുക? അതാണ് ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയൊരു ദേശീയ വിപത്ത് വേറെ ഇല്ല. ഭീകരപ്രവർത്തനമല്ല ഏറ്റവും വലിയ ദേശീയ വിപത്ത്. ഏറ്റവും വലിയ ദേശീയ വിപത്ത് ഈ കപടശാസ്ത്ര ഭീകരതയാണ്, സായുധ ഭീകരതയല്ല. സായുധ ഭീകരത വിജയിക്കുന്നത് ഭരിക്കുന്ന വർഗം, ഭരണാധികാരി വർഗം, പട്ടാളക്കാർക്ക് കൂച്ചുവിലം കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ്. ഭരണാധികാരി വർഗം പട്ടാളക്കാരന് വിലങ്ങ് വയ്ക്കാതിരുന്നാൽ, പട്ടാളക്കാരെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മണിക്കൂർ വെച്ച് അവർ പരിഹരിച്ച് കാണിക്കും ഭീകരപ്രവർത്തനം. അതുകൊണ്ട് ഭീകരപ്രവർത്തനം രാഷ്ട്രീയ അന്ധതയുടെ, രാഷ്ട്രീയ ദുർമര്യാദയുടെ, രാഷ്ട്രീയ ദുരാചാരത്തിന്റെ, രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മയുടെ കാരണം കൊണ്ട് മാത്രം വിജയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭീകരപ്രവർത്തനമല്ല ദേശീയ ദുരന്തം എന്ന് പറഞ്ഞു, ദേശീയ വിപത്ത് എന്ന് പറഞ്ഞു. ദേശീയ വിപത്ത് കപടശാസ്ത്രങ്ങളാണ്. കപടശാസ്ത്രങ്ങളാണ് മനസ്സിനെ കരുപിടിപ്പിക്കുന്നത്. അതിന്റെ മൂശയിലിട്ട് ഉരുക്കി വാർക്കാണ് കുട്ടികളുടെ മനസ്സിനെ. ആ മനസ്സ് പിന്നെ ഒന്നിനും കൊള്ളൂല. ജന്മങ്ങൾ മുഴുവൻ പാഴ് ജന്മങ്ങളായി പോകുന്നു ഇതുകൊണ്ട്. ഇതാണ് ഏറ്റവും വലിയ ദേശീയ ദുരന്തം. രാഷ്ട്രത്തെ രാഷ്ട്രമല്ലാതാക്കുന്നു, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു, സത്യത്തെ സത്യമല്ലാതാക്കുന്നു, ധർമ്മത്തെ ധർമ്മമല്ലാതാക്കുന്നു. ഇതാണ് ഈ പരമപ്രമാണം എന്ന് പറയുന്ന ശബ്ദപ്രമാണം നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വക വാക്യങ്ങൾ ഒന്നും തന്നെ പ്രമാണവാക്യങ്ങൾ അല്ല എന്നറിയണം. ഇതുപോലെ ഒരു വാക്യമാണ് നാമധേയം. അത് സ്വതന്ത്രമായിട്ട് വലിയ അപകടം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നാമധേയം എന്ന് പറഞ്ഞാൽ പേരാണ്. ഓ ഉദ്ഭിദ യജേത പശുകാമ എന്നൊരു വിധി. ഉദ്ഭിദ യജേത പശുകാമ, പശുകാമ ഉദ്ഭിദ യജേത. പശുകാമൻ, പശുക്കൾ വേണമെന്നുള്ളവൻ, പശുക്കളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ഉദ്ഭിദ യജേത,
ഉദ്ഭിത്ത് കൊണ്ട് യജിക്കണം, ഉദ്ഭിദ്യാഗം ചെയ്യണം. ഇതാണ് വിധി. ഉദ്ഭിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആലോചിച്ചാൽ, ഉത്പത്തിപരമായ അർത്ഥം ഉത്ത് ഭിത്ത്. ഉത്ത് എന്ന് പറയാൻ മേൽപോട്ട് ക്രമിക്കുക എന്ന് പറയും, മേൽപോട്ട്. ഭിത്ത് ഭേദിക്കുന്നത്, പിളർക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴോ ഉത്ത് ഭിത്ത് ഉദ്ഭിത് എന്നായാൽ മേൽപോട്ട് പിളർക്കുന്നത് എന്നായി. മേൽപോട്ട് പിളർക്കുന്ന എന്തിനെയോ ആണ് ഉദ്ഭിത്ത് എന്ന് വിളിക്കുന്നത്. ആരാണ് മേൽപോട്ട് പിളർക്കുന്നത്, എന്തിനെയാണ് പിളർക്കുന്നത് എന്നാലോചിച്ചാൽ, ഇത് മണ്ണിനടിയിൽ വിത്തുകൾ ഇട്ട്, അല്ലെങ്കിൽ തനിയെ വിത്ത് മണ്ണിനടിയിൽ പോയിട്ട് മണ്ണിനെ മേൽപോട്ടേക്ക് ഭേദിച്ചുകൊണ്ട് മുള വളരുന്നു. അങ്ങനെയുള്ള സസ്യങ്ങളാണ് ഉദ്ഭിത്തുകൾ. ഭൂമിയെ മേൽപോട്ട് പിളർന്ന് ഉണ്ടാകുന്നവ ഉദ്ഭിത്ത് എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ അതുകൊണ്ട് യജിക്കണമെന്നാണോ അർത്ഥം? സോമേന യജേത എന്ന് പറഞ്ഞാൽ സോമരസം കൊണ്ട് യജിക്കണം എന്നാണ് അർത്ഥം. ഉദ്ഭിത യജേത എന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളെ കൊണ്ട് യജിക്കണമെന്നാണോ അർത്ഥം? അല്ല. അവിടെ ഉദ്ഭിത്ത എന്ന് പറയുന്നത് ഈ യാഗത്തിന്റെ പേരാണ്. അത് പേരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവൂ. ഇങ്ങനെ നാമധേയം, ഉദ്ഭിത എന്ന് പറയുന്നത് നാമധേയം എന്ന വിഭാഗത്തിൽ പെടുന്നു. ഇത് യാഗത്തിന്റെ പേരാണ് എന്നറിയണം, ആ പേരുള്ള യാഗം ചെയ്യണമെന്നാണ് വാക്യത്തിന്റെ താല്പര്യം, വിധിവാക്യത്തിന്റെ താല്പര്യം. ഇങ്ങനെ നാമധേയം എന്ന നാലാമത്തെ വിഭാഗം. അഞ്ചാമത്തേത് നിഷേധമാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വിധിയുടെ വിപരീതമാണ് നിഷേധം. ഇന്നത് ചെയ്യൂ എന്ന രൂപത്തിൽ വിധി, ഇന്നത് ചെയ്യരുത് എന്ന രൂപത്തിൽ നിഷേധം. എന്താണ് ചെയ്യേണ്ടത് എന്ന് വിധി പറയുന്നു, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നിഷേധവും പറയുന്നു. നിഷേധവാക്യങ്ങളെല്ലാം ചെയ്യരുതാത്തതിനെ പറയുന്നതാണ്. ഉദാഹരണം, ബർഹിഷി രജതം നദേയം. ബർഹിഷി രജതം നദേയം. ബർഹിസിൽ, ബർഹിസ് എന്ന് പറയുന്ന യാഗസന്നിധിയാണ്. അതിന്റെ സപ്തമി ആധാരിക വിഭക്തിയൽ രൂപമാണ് ബർഹിഷി. അപ്പൊ യാഗസന്നിധിയിൽ ബർഹിഷി. അവിടെ എന്താണ് നിഷേധിക്കുന്നത്? രജതം നദേയം. രജതം വെള്ളി, വെള്ളിയെ കുറിച്ച് പറഞ്ഞു. നദേയം ദാനം ചെയ്യാൻ പാടില്ല. യാഗസന്നിധിയിൽ വെള്ളി ദാനം ചെയ്യാൻ പാടില്ല. ഇതാണ് വാക്യത്തിന്റെ അർത്ഥം. ബർഹിഷി രജതം നദേയം. യാഗസന്നിധിയിൽ വെള്ളി ദാനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങള് ബ്രാഹ്മണർക്ക് സ്വർണം തന്നെ തരണം എന്നർത്ഥം. തരരുത്, നിഷേധമുണ്ട്. അപ്പൊ സ്വർണം തന്നെ തരണം എന്നാണ് താല്പര്യം. രജതം എന്ന ദേയം വെള്ളി ദാനം ചെയ്യാൻ പാടില്ല. ഇനി അതിന് അർത്ഥവാദമൊക്കെ ഉണ്ട്, വെള്ളിയെ നിന്ദിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്കിപ്പോൾ കടക്കണ്ട. അതെല്ലാം വളരെ വലിയ സാഹിത്യമാണ്, ദീർഘമായിട്ട് പോകുന്നത് ഇങ്ങനത്തെ അർത്ഥവാദങ്ങളൊക്കെ. ഇങ്ങനെ നിഷേധം എന്ന അവസാനത്തെ വിഭാഗം. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം,
ഇതെല്ലാം യാഗത്തിന്റെ വിവിധ അംശങ്ങളെ സംബന്ധിക്കുന്നതാണ്. യാഗം തന്നെ അപ്രമാണമാണ്. സ്വർഗമുണ്ട് എന്ന് തെളിഞ്ഞിട്ടില്ല, തെളിയിക്കാൻ പ്രമാണവും ഇല്ല. സ്വർഗത്തിന്റെ സാധനമാണ് യാഗം എന്ന് തെളിഞ്ഞിട്ടില്ല, അത് തെളിയിക്കാനും ഒരു പ്രമാണവും ഇല്ല. അപ്പൊ സ്വർഗവും യാഗത്തിന്റെ സ്വർഗ സാധനത്വവും അസാധ്യം ആണ്. ആർക്കും സാധിക്കാൻ കഴിയില്ല, ഒരിക്കലും സിദ്ധിക്കില്ല. ഒരു പ്രമാണം കൊണ്ട് സിദ്ധിക്കില്ല, പ്രമാണം ഇല്ല. അങ്ങനെയുള്ള പ്രമാണം ഇല്ലാത്തത് കൊണ്ട് അറിയാൻ കഴിയാത്ത രണ്ട് വസ്തുക്കളെ കൽപ്പിച്ചിരിക്കുന്നു: സ്വർഗമെന്ന സാധ്യവും യാഗമെന്ന സാധനവും. അപ്പൊ സാധ്യം ഉണ്ട് എന്നതിനൊരു തെളിവുമില്ല. സാധനമുണ്ട്, അതിനകത്ത് മനുഷ്യൻ ചെയ്യുന്നതാണല്ലോ. പക്ഷെ അത് സ്വർഗത്തിന്റെ സാധനമാണ് എന്നതിന് ഒരു പ്രമാണവും ഇല്ല. സ്വർഗമാകട്ടെ ഉണ്ട് എന്നതിന് തന്നെ പ്രമാണമില്ല. ഇതാണ് ഇതിവാക്യത്തിന്റെ അവസ്ഥ. അങ്ങനെ പകരം വെച്ചതാണ് ആപ്തോപദേശ ശബ്ദ എന്ന വാക്യം. ആപ്തോപദേശം ആയതുകൊണ്ട് അത് പ്രമാണമാകുന്നു എന്ന താല്പര്യത്തിൽ ഇത് പ്രചരിച്ചും വരുന്നു. വാക്യത്തിന്റെ അർത്ഥം പ്രമാണ പരീക്ഷ ചെയ്ത് സ്വാനുഭവപ്പെടുത്തണം എന്നാണല്ലോ ജ്ഞാനയോഗത്തിന്റെ താല്പര്യം. നമ്മളിതെല്ലാം ചിന്തിക്കുന്നത് ജ്ഞാനയോഗത്തിന്റെ മാനദണ്ഡം വെച്ചിട്ടാണ്. മറ്റു മാനദണ്ഡങ്ങളൊന്നും സാധുവല്ല. ജ്ഞാനയോഗത്തിന്റെ മാനദണ്ഡങ്ങളാണ് എല്ലായിടത്തും ഉപയോഗിക്കേണ്ടത്. പ്രമാണ പരീക്ഷകൾ ചെയ്ത് അർത്ഥം തെറ്റോ ശരിയോ എന്ന് തനിക്ക് തന്നെ അനുഭവമാകണം. ഇതിനെയാണ് സ്വാനുഭവപ്പെടുത്തുക. എന്ത് സ്വാനുഭവപ്പെടുത്തിയോ അതാണ് ഒരുവന്റെ ജ്ഞാനം. സ്വാനുഭവമല്ലാത്ത ഒന്നിനെയും ശാസ്ത്രം ജ്ഞാനമായിട്ട് കണക്കാക്കുന്നില്ല. ബാക്കിയെല്ലാം വിശ്വാസമാണ്. അത് ശരിയാണ് എന്ന് അത് കൊണ്ടു നടക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ. അയാളുടെ കയ്യിൽ അതിന് പ്രമാണമില്ല. അതുകൊണ്ട് അതെല്ലാം വിശ്വാസമാണ്. ഈ സ്വാനുഭവപ്പെടുത്തിയതിൽ മാത്രമേ ഇത് വിശ്വാസമല്ല, ഇത് വിജ്ഞാനമാണ് എന്ന നിശ്ചയം ഉള്ളൂ. അതുകൊണ്ട് എന്താണ് പരമപ്രമാണം എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവും ഇല്ല, അനുഭവമാണ് പരമപ്രമാണം. അനുഭവം, അനുഭൂതി, സാക്ഷാത്കാരം, സാക്ഷാത്കൃതി എന്ന 4 പദങ്ങളെ കൊണ്ടും പറയുന്ന മാനസപ്രത്യക്ഷം. ആ മാനസപ്രത്യക്ഷം ഉണ്ടാകുമോ ഈ വാക്യം കൊണ്ട്? വാക്യാർത്ഥം ശരിയാണെങ്കിൽ മാത്രമേ അതിൽ മാനസപ്രത്യക്ഷമുള്ളൂ, തെറ്റാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ പരീക്ഷകൻ അഥവാ ജിജ്ഞാസു നോക്കുന്നത്, പ്രമാണ പരീക്ഷയിൽ അയാൾ നോക്കുന്നത് ഈ വാക്യത്തിന്റെ അർത്ഥം എൻ്റെ മനസ്സിന് അനുഭവമാകുമോ എന്നാണ്. അങ്ങനെ ആകുമെങ്കിൽ മാത്രം ആ വാക്യം പ്രമാണം, അല്ലെങ്കിൽ വാക്യം പ്രമാണമല്ല. ശബ്ദപ്രമാണത്തിന് വേറൊരു പ്രമാണം വേണം. അതാണ് ശബ്ദപ്രമാണത്തെ പ്രമാണ പരീക്ഷ ചെയ്ത് അതിന്റെ അർത്ഥം നിർണയിക്കണം. ആ അർത്ഥം മനസ്സിന് അനുഭവമാണ്, അതിന്റെ മാനസപ്രത്യക്ഷം ഉണ്ടാവണം. ആ മാനസപ്രത്യക്ഷമാണ് ശബ്ദാർത്ഥം ശരി എന്നതിന്റെ തെളിവ്. അപ്പോഴേത് ശബ്ദപ്രമാണം ആണ് ഇത് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട്
ശബ്ദപ്രമാണത്തിന്റെ ലക്ഷണം ഇങ്ങനെ പറയുന്നതാണ് ഉചിതം. ആപ്തവാക്യം എന്ന് പറയുന്നതല്ല. കാരണം ആപ്തെന്ന് പറയുമ്പോൾ ആപ്തന്റെ ആപ്തത്വത്തിന് പ്രമാണമില്ലല്ലോ. ആപ്തത്വം ആദ്യം തെളിയണ്ടേ. ആപ്തത്വ വിശ്വാസം മാത്രമാണ്. ആപ്തവാക്യം എന്ന് പറഞ്ഞെടുക്കുന്ന എല്ലാ വാക്യങ്ങളിലും വക്താവിന്റെ ആപ്തത്വം വിശ്വാസം മാത്രമാണ്. ആരും വക്താവിന്റെ ആപ്തത്വം തെളിയിക്കുന്നില്ല, അതിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചെടുത്താൽ ശരിയാവില്ല. ആപ്തത്വം തെളിയണം. ആപ്തം തെളിയാൻ എന്ത് വേണം? അല്ല കൂടെ ജീവിച്ച ആളൊക്കെ പ്രത്യക്ഷത്തിൽ പഠിക്കണം, വേറെ വഴിയൊന്നുമില്ല. ആപ്തനാണോ അല്ലയോ എന്നത് പ്രത്യക്ഷ പ്രമാണം കൊണ്ടല്ലാതെ വേറൊരു പ്രമാണം കൊണ്ട് അറിയാൻ പറ്റില്ല. അങ്ങനെ ആളെ നേരിൽ കണ്ട് ഇയാളൊക്കെ ഉള്ളതുപോലെ തന്നെ കാണും, കണ്ടതുപോലെ തന്നെ പറയും, അതിലൊന്നും ഒരു വ്യത്യാസങ്ങൾ വരുത്തില്ല. അങ്ങനെ ഇയാൾ സാക്ഷാത്കൃത ധർമാവാണ്. ഭാഷ്യകാരൻ പറയുന്ന നിർവചനം അനുസരിച്ച് സാക്ഷാത്കൃത ധർമ്മ ആണ് ഇയാളെന്ന് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായാൽ അയാൾക്ക് ഇയാൾ ആപ്തനാണെന്ന് പറയും. ഇത് അനുഭവമുള്ള ആൾക്ക് മാത്രമേ ഉറപ്പുള്ളൂ. ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും പറഞ്ഞാൽ ആ പറയുന്നതിന് ഉറപ്പില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ആപ്തനാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞാൽ വീണ്ടും ആപ്തത്വത്തിന് പ്രമാണം കാണിക്കേണ്ടി വരുന്നു. ആപ്തത്വം സിദ്ധിക്കുന്നില്ല. ആപ്തനായിരിക്കാം, ആപ്തനല്ലാതെയും ഇരിക്കാം എന്ന സംശയം മാത്രമേ ഉണ്ടാവും, ശങ്ക മാത്രമേ ഉണ്ടാവുള്ളൂ. ആപ്തനാണ് എന്നതിന് തെളിവ് തന്നെ വേണം. ആ തെളിവ് ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം ഏതോ കാലത്തൊക്കെ മരിച്ചുപോയവരുടെ വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. ഇപ്പൊ ജീവിക്കുന്ന ആളുകളുടെ അല്ല. അപ്പോൾ ആപ്തത്വം പരീക്ഷിക്കാൻ ഒരു വഴിയില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ആപ്തത്വം പരീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇത് പരീക്ഷിക്കാൻ പറ്റാത്തിടത്തോളം കാലം ആപ്തത്വം എന്നത് അന്ധവിശ്വാസമാണ്. ആപ്തത്വം അന്ധവിശ്വാസമാകുമ്പോൾ ആപ്തന്റെ വാക്യത്തിൽ വിശ്വസിക്കുന്നതും ആ അർത്ഥത്തെ കൊണ്ടു നടക്കുന്നതും അന്ധവിശ്വാസം തന്നെയാകുന്നു. അത് ഞാൻ അല്ല. അതുകൊണ്ടാണ് ആപ്തന്റെ വാക്യമാണ് ശബ്ദപ്രമാണം എന്ന നിർവചനം ശരിയാകാൻ ഇടയില്ല, അത് മൂലനിർവചനമാകാൻ ഇടയില്ല. ന്യായശാസ്ത്രത്തിൽ അങ്ങനെ ഒരു നിർവചനം ഉണ്ടാകാൻ സാധ്യതയില്ല. ന്യായത്തെ കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു ലക്ഷണം പറയണം. ആപ്തനെ ഒഴിവാക്കണം. ആപ്തത്വം കാണിക്കാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വാക്യത്തിന്റെ പ്രാമാണ്യം തീരുമാനിക്കുന്നത് ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല. ആര് പറഞ്ഞതായിക്കോട്ടെ, വക്താവ് അപ്രസക്തനാണ് ഇവിടെ. വാക്യത്തിന്റെ പ്രാമാണ്യം തീരുമാനിക്കുന്നത് മറ്റു പ്രമാണം പരീക്ഷിച്ചിട്ടാണ്. പ്രത്യക്ഷാനുമാനാദി പ്രമാണം ഈ അനുമാനമാണ് മനനം എന്ന് പറയുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന ജ്ഞാനയോഗത്തിന്റെ പദ്ധതി. ശ്രവണം കേൾക്കുക, വാക്യത്തെ ഉൾക്കൊള്ളുക. കേട്ടിട്ടായാലും വായിച്ചിട്ടായാലും വാക്യത്തെ ഉൾക്കൊള്ളുന്നു. അത് കഴിഞ്ഞിട്ടാണ് വാക്യത്തെ പ്രമാണ പരീക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. പ്രത്യക്ഷം, അനുമാനം മുതലായ പ്രമാണങ്ങളെ കൊണ്ട് ഇതിനെ പരീക്ഷിക്കുന്നു. പൂർവാർജിതമായ ജ്ഞാനം കൊണ്ടും പരീക്ഷിക്കാം. നേരത്തെ കുറെ പ്രമ സമ്പാദിച്ച ആളായിരിക്കുമല്ലോ ഇതിന് പരീക്ഷിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടും പരീക്ഷിക്കാം. ഇങ്ങനെ സമഗ്രമായ പരീക്ഷണം നടത്തിയിട്ടാണ് വാക്യാർത്ഥം തെറ്റോ ശരിയോ എന്ന് വെളിവാകും.
ഇങ്ങനെ പരീക്ഷിക്കുമ്പോൾ തെറ്റോ ശരിയോ എന്ന മാനസ പ്രത്യക്ഷം ഉണ്ടാകുന്നു. രണ്ടും മാനസ പ്രത്യക്ഷമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഈ വാക്യത്തിന്റെ അർത്ഥം ശരിയാണ് എന്ന അനുഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന അനുഭവം. സത്യം ഈ വാക്യത്തിന്റെ അർത്ഥത്തിന് അനുകൂലമാണ് എന്നൊരു അനുഭവം. ഈ വാക്യത്തിന്റെ അർത്ഥം ശരിയാണ്. സത്യം ഈ വാക്യത്തിന്റെ അർത്ഥത്തിന് എതിരാണ് എന്ന രണ്ടാമത്തെ അനുഭവം. അപ്പൊ വാക്യം പ്രമാണമെല്ലാം തെളിയും. ഇതെല്ലാം പരീക്ഷകന്റെ തെളിയാണ്. പരീക്ഷകന്റെ മനസ്സിലാണ് ഈ തെളിവുകൾ ഉണ്ടാവുന്നത്. പരീക്ഷകന്റെ അനുഭവമാണത്. അനുഭവത്തിന് വിഷയമാക്കാൻ കഴിയുമോ അർത്ഥത്തെ? ഇതാണ് പരീക്ഷിക്കുന്നത്. ഒരു വാക്യത്തിന്റെ അർത്ഥം അനുഭവത്തിന് വിഷയമാക്കാൻ കഴിയുന്നതാണോ? അത് ആർക്കെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോരാ, എല്ലാവർക്കും ആക്കാൻ കഴിയണം. പ്രമാണ പരീക്ഷ ചെയ്യാൻ കഴിവുള്ള, പ്രമാണജ്ഞാനമുള്ള എല്ലാവർക്കും സ്വാനുഭവപ്പെടുത്താൻ കഴിയണതിനെ. അനുഭവത്തിന് വിഷയമാകുന്ന അർത്ഥം പറയുന്നു എന്നതാണ് വാക്യം ശബ്ദപ്രമാണമാണ് എന്നതിന് തെളിവ്. വേറൊരു തെളിവില്ല, ഇതും മാത്രമേ ഉള്ളൂ. എങ്ങനെയായിരിക്കാം ന്യായശാസ്ത്രത്തിൽ ഇതിന്റെ ലക്ഷണം പറഞ്ഞിട്ടുണ്ടാവുക? അത് മാറ്റി എഴുതി കാണും, പലതും മാറ്റിയിട്ടുണ്ട് ന്യായശാസ്ത്രത്തില്. അത് പറഞ്ഞു ഈ ശബ്ദപ്രമാണത്തിന്റെ സ്വരൂപം മാറ്റിയെന്ന്. അതുപോലെ പ്രമേയം എന്ന പ്രകരണം തന്നെ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിയാണ് എന്നെ ദർശനമാക്കിയെടുത്തത്. കൃത്രിമമായിട്ട് ലക്ഷണം ചെയ്തു വെച്ചിരിക്കുന്ന സാഹിത്യ വിഭാഗമാണത് ദർശനം. ദർശനമല്ലാത്ത മനുഷ്യവിദ്യയെ, ന്യായവൈശേഷികാദികളൊക്കെ അതിലേക്ക് പെടുത്താൻ വേണ്ടി അതിൻ്റെ ലക്ഷണങ്ങൾ ഈ ശാസ്ത്രങ്ങളിൽ ഉണ്ടാക്കി. അതിനു വേണ്ടി കപടശാസ്ത്രങ്ങൾ ഉണ്ടാക്കി ഇവയിൽ ചേർത്ത് അതിന് ദർശനത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാക്കി ജീവേശ്വര ജഗത് ബന്ധ മോക്ഷപ്രതിപാദക ശാസ്ത്രമാക്കി അതിനെ മാറ്റി. അങ്ങനെ അല്ലാതിരുന്നതിനെ ബലം പ്രയോഗിച്ച് അങ്ങനെ ആക്കി. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അവിടെ എന്താണ് ഈ ഉണ്ടായിരുന്നിരിക്കാനുള്ള നിർവചനം എന്നാണ് പരീക്ഷിക്കുന്നത്. അതിന്റെ താല്പര്യം പറഞ്ഞു. അനുഭവത്തിന് വിഷയമാക്കാൻ കഴിയുന്ന അർത്ഥം പറയുന്ന വാക്യം ശബ്ദപ്രമാണം. പിന്നെ ഒരു സംശയമില്ല. അനുഭവ ഗോചരീഭാവി അർത്ഥപ്രതിപാദകം വാക്യം ശബ്ദ എന്ന് വിളിക്കും. അനുഭവ ഗോചരീഭാവ്യ, അനുഭവത്തിന് വിഷയമാക്കാൻ, ഗോചരം വിഷയം, ഗോചരീഭവിക്കുക വെച്ചാൽ വിഷയമാവുക. ഗോചരീഭാവ്യം വിഷയമാകാൻ കഴിയുന്നത്. വിഷയമായതെന്ന് പറയാൻ പാടില്ല, കാരണം എല്ലാവർക്കും വിഷയമാവില്ല. പ്രമാണ പരീക്ഷ ചെയ്യാൻ കഴിവുള്ളവർക്ക് മാത്രമേ, ആ സാമർഥ്യമുള്ളവർക്ക് മാത്രമേ ഈ അർത്ഥം ഗോചരമാവുള്ളൂ, അല്ലാത്തവർക്ക് അർത്ഥം ഗോചരമാവില്ല. അതുകൊണ്ടാണ് വിഷയീഭാവ്യം എന്ന് പറയുന്നത്. വിഷയീഭവിപ്പിക്കാൻ കഴിയുന്നതാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമാണ പരീക്ഷയിൽ സാമർഥ്യമുണ്ട് എങ്കിൽ ആണ് കണ്ടീഷൻ. ഉപാധി വ്യവസ്ഥ അത് പൂർവോപാധിയാണ്. അങ്ങനെ പ്രമാണ പരീക്ഷ ചെയ്യാൻ ശക്തിയുള്ളവർക്ക് അനുഭവത്തിന് വിഷയമാക്കാൻ കഴിയുന്ന അർത്ഥം പറയുന്ന വാക്യം ശബ്ദപ്രമാണം. അവിടെ പിന്നെ സംശയത്തിന് പഴുതില്ല, അവിടെ ഒരു വിശ്വാസവും വരുന്നില്ല. എപ്പോഴും വാക്യങ്ങളെ പ്രമാണ പരീക്ഷ ചെയ്യണം എന്ന ആവശ്യകത വെളിവാവുകയും ചെയ്യുന്നു. അനുഭവ ഗോചരീഭാവി അർത്ഥപ്രതിപാദകം വാക്യം ശബ്ദ എന്ന് നിർവചിച്ച. ഇതാണ് നമുക്ക് ന്യായശാസ്ത്രത്തിൽ അത് കയ്യേറിപ്പോകുന്നതിന് മുൻപ് ഉണ്ടായിരുന്നിരിക്കാനിടയുള്ള
നിർവചനം ചിലപ്പോൾ ചില വാക്കിന് വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ ഈ താല്പര്യമായിരിക്കും ആ സൂത്രത്തിന് ഉണ്ടായിരിക്കുക, അല്ലാതെ ആപ്തവാക്യം എന്ന് ആയിരിക്കില്ല. കാരണം ആപ്തത്വത്തിന് തന്നെ പ്രമാണം ഇല്ല, കണികമില്ല. അപ്പൊ ആ നിർവചനം ന്യായശാസ്ത്രത്തിലുണ്ടാവാൻ പറ്റില്ല. കാരണം ന്യായശാസ്ത്രം നിഷ്കൃഷ്ടമായിട്ട് പ്രമാണങ്ങൾ പറയാനുള്ള ശാസ്ത്രമാണ്. പ്രമാണങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, പ്രമാണത്തിന്റെ സ്വരൂപം ചോദിച്ചാൽ അതിന് പരമപ്രമാണം, പ്രമാണങ്ങളുടെ സ്വരൂപത്തിന് പരമപ്രമാണം ന്യായശാസ്ത്രമാണ്. അതിന് മേലെ പ്രമാണമില്ല. പ്രമാണങ്ങളെ സംബന്ധിച്ച് അവസാന വാക്ക് പറയുന്ന ശാസ്ത്രമാണ് ന്യായശാസ്ത്രം. ആ ന്യായശാസ്ത്രത്തിൽ ശങ്കനീയമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ശങ്കകൾക്കും അതീതമായിരിക്കുന്ന അർത്ഥങ്ങൾ മാത്രമേ ന്യായശാസ്ത്രത്തിൽ ഉണ്ടായിരിക്കൂ. അല്ലാത്തത് വല്ലതും കണ്ടാൽ അത് പ്രക്ഷിപ്തമാണ്, അത് മായം ചേർത്തിരിക്കുന്നതാണ് എന്ന് അപ്പോൾ തന്നെ തീരുമാനിക്കാം. ഇതാണ് ഈ ശാസ്ത്രത്തിന്റെ അവസ്ഥ. ഇനി നമുക്ക് ശരിയായ ശബ്ദപ്രമാണത്തിന്റെ ഒരു ഉദാഹരണം നോക്കാം. വേദം നോക്കുമ്പോ വേദത്തിലേത് വാക്യം എടുത്താലും അത് ശബ്ദപ്രമാണത്തിന്റെ സാധുവായ ഉദാഹരണമാവില്ല, ഒന്നും ആവില്ല. സാധുവായ ഉദാഹരണങ്ങൾ ഉള്ളത് ഉപനിഷത്തിലാണ്. ഉപനിഷത്തിലെ ഒരു വാക്യം നോക്കാൻ, തത്വമസി പ്രകരണത്തിലെ വാക്യമാണ്. സദേവ സൗമ്യേതം അഗ്ര ആസീദേകമേവ അദ്വിതീയം. സത ഏവ സൗമ്യ ഇതം അഗ്രേ ആസീത് ഏകം ഏവ അദ്വിതീയം. ഏകം ഏവ അദ്വിതീയം. അദ്വിതീയം, ദ്വിതീയം ഇല്ലാത്തത്, രണ്ടാമതൊന്നും ഇല്ലാതെ ഏകം ഏവ ഒന്നും മാത്രമായിട്ട്. അഗ്രേ പണ്ട്, അഗ്രേ എന്ന് പറഞ്ഞ എത്ര പണ്ടാണ്? ജഗതുത്പത്തിക്ക് മുൻപ്, ഈ ജഗത്തില്ലാതിരുന്ന കാലത്ത്, ജഗത്തിന്റെ പ്രാഗഭാവത്തിൽ സത ഏവ ആസീത്, സത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജഗത്ത് ഉണ്ടാകുന്നതിന് മുൻപ് രണ്ടാമതൊന്നില്ലാതെ ഒന്നും മാത്രമായിട്ട് സത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വാക്യത്തിന്റെ താല്പര്യം. സത്ത് എന്ന വാക്കിനുള്ളത് എന്നാണ് അർത്ഥം. ഉണ്മ, എക്സിസ്റ്റൻസ്. ജഗത്തുണ്ടാകുന്നതിന് മുൻപ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏകം ഏവ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാതെ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന ഭാഗം നോക്കുക. ജഗത്തുണ്ടാകുന്നതിന് മുൻപ് അനേകം വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചാൽ, ഇങ്ങനെ അനേകം വസ്തുക്കൾ ഉണ്ടാകുന്നതിന് യുക്തിയില്ല. ജഗത്തുണ്ടാകുന്നതിന് മുൻപ് ജഗത്തിന്റെ കാരണമായ ഒരേ ഒരു വസ്തു ഉണ്ടായിരിക്കുന്നതിന് യുക്തിയുള്ളൂ. യുക്തിയുള്ളതാണ് സ്വീകരിക്കേണ്ടത്, യുക്തിയില്ലാത്തത് സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ അനേകം ഉണ്ടായിരിക്കുന്നു എന്നത് യുക്തിസഹമല്ല, ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് യുക്തിസഹം. രണ്ടാമതൊന്നില്ലാതെ ഒന്ന് മാത്രം ഉണ്ടായിരുന്നു, ആ ഒന്ന് സത് ആയിരുന്നു, അത് ഉണ്മയായിരുന്നു, ഉള്ളതാ.
ജഗത്തുള്ളതാണ്, ഇല്ലാത്തതിൽ നിന്നുള്ളത് ഉണ്ടാവുകയില്ല. അസത്തിൽ നിന്ന് സത്തുണ്ടാവുകയില്ല, സത്തിൽ നിന്നേ സത്തുണ്ടാകൂ. അത് ഏത് പ്രകാരത്തിലുണ്ടായിക്കോട്ടെ, ഏത് പ്രക്രിയ കൊണ്ടായാലും സത്തിൽ നിന്ന് മാത്രമേ സത്തിനെ ഉണ്ടാകാൻ കഴിയുള്ളൂ, അസത്തിൽ നിന്ന് ഉണ്ടാകാൻ കഴിയില്ല. അതുകൊണ്ട് ജഗത് പ്രാഗഭാവത്തിൽ ജഗത് കാരണമായിട്ട് സത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത് യുക്തി കൊണ്ട് എളുപ്പത്തിൽ സാധിക്കുന്നു. ഇത് ശരിയാണ്, നമുക്ക് ഉടനെ തന്നെ ബോധമാവും. അത്രയ്ക്ക് പ്രഖരമായ യുക്തിയുണ്ടത്. കേൾക്കുമ്പോൾ തന്നെ അർത്ഥം അനുഭവമായി കഴിഞ്ഞു. മരണം ചെയ്യാൻ സമയം പോലും എടുക്കില്ല. വാക്യം കേൾക്കുമ്പോൾ തന്നെ അതങ്ങനെ മാത്രമേ ആവാൻ സാധിക്കുള്ളൂ എന്ന് ഉറപ്പായി. ക്ഷണം കൊണ്ട് അർത്ഥബോധം ഉണ്ടാകുന്നു, അർത്ഥത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ ജഗത് പ്രാഗഭാവത്തിൽ അഗ്രേ രണ്ടാമതൊന്നില്ലാതെ ഒരേ ഒന്നായിട്ട് സത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വാക്യം പ്രമാണവാക്യമാണ്. കാരണം ഇത് അനുഭവഗോചരീഭാവ്യമായ അർത്ഥത്തെ പറയുന്നു. വളരെ കുറച്ചു നേരം ചിന്തിച്ചാൽ ഇതിങ്ങനെ തന്നെയാണ് എന്ന് ബോധവും അനുഭവവും. വേറെ വിധത്തിലാവാൻ പറ്റില്ല എന്നുറപ്പ് കിട്ടും. അതുകൊണ്ട് ഇത് ശബ്ദപ്രമാണമാണ്. ദേവസോമ്യേതമഗ്രാസീത് ഏകമേവ അദ്വിതീയം എന്ന വാക്യം പ്രമാണവാക്യമാണ് എന്ന് ഉറപ്പായിട്ട് പറയാം. അതിനെ തുടർന്ന് പറയുന്നു, തദൈക്ഷത ജഗത്സ്യാം പ്രജായേതി. തത് ഐക്ഷത ജഗത് സ്യാം പ്രജായയ. ഈ വാക്യത്തില് ജഗത്ത് എന്ന വാക്ക് നീക്കിക്കളഞ്ഞിട്ടുണ്ട്. പ്രചാരത്തിൽ ഇരിക്കുന്ന ഉപനിഷത്തിൽ ബഹു എന്നാണ് പദം. ബഹുസ്യാം പ്രജായേയ, ഞാൻ പലതാകട്ടെ എന്നാണ്. ഒന്നായിരിക്കുന്ന സത്ത് എന്നാണെന്ന് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞു. ഏകമേവ എന്ന് പറഞ്ഞു, അദ്വിതീയം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമതൊന്നില്ലാതെ ഒന്ന് മാത്രമായിരിക്കുന്ന ഈ സത്ത് അത് സങ്കല്പിക്കുന്നു. അത് ഐക്ഷത, ഈക്ഷണ ധാതുവിന് കാണുക എന്നാണ് അർത്ഥം. ഈ വാക്യത്തിൽ കാണുക എന്ന അർത്ഥം ഘടിക്കില്ല. ഈക്ഷധാതുവിന്റെ മുഖ്യ അർത്ഥം ബാധിച്ചു പോകുന്നു. കാണണമെങ്കിൽ കാണപ്പെടാനൊന്നും ഉണ്ടാവണം. ഒരാൾ മാത്രമുള്ളിടത്ത് കാണാൻ പറ്റില്ല. അവിടെ കാണാനൊന്നുമില്ല, ആകെ ഒരു വസ്തുവുള്ളൂ. അതിന് കാണാൻ രണ്ടാമതൊരു വസ്തുവില്ല. കാണുക എന്ന ക്രിയയുടെ കർമ്മമാകാൻ വേറെ ഒരു വസ്തുവില്ല. കർത്താവാൻ സത്തുണ്ട്. അതുകൊണ്ട് സത്ത് ഒന്നും കണ്ടിട്ടില്ല. ഐക്ഷത എന്ന പദം പ്രയോഗിച്ചാലും ഈക്ഷണം നടന്നിട്ടില്ല. കാരണം ഈക്ഷണ വിഷയം ഇല്ല, കാണാൻ വേറൊന്നില്ല. അപ്പൊ എന്താണ് ഐക്ഷത എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? വാച്യാർത്ഥം ബാധിച്ചു, മുഖ്യാർത്ഥം ബാധിച്ചു പോയാൽ പിന്നെ ലക്ഷണ കൊണ്ട് വേറെ അർത്ഥം എടുക്കണമല്ലോ. അതെന്താണ്? അതും സങ്കല്പിച്ചു എന്നാണ്. മനസ്സുകൊണ്ട് കാണലാണല്ലോ സങ്കല്പം. മനസ്സിൽ കണ്ടു, അതാണ് ഐക്ഷത എന്ന പദത്തിന്റെ താല്പര്യം. ലക്ഷണ കൊണ്ട് ഐക്ഷത എന്ന ക്രിയക്ക് സങ്കല്പിച്ചു എന്നർത്ഥം പറയും. അത് സങ്കല്പിച്ചു. എന്താണ് സങ്കല്പിച്ചത്? ബഹുസ്യാം പ്രജ എന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന വാക്യം. പലതാവട്ടെയും സങ്കല്പിച്ചു. പലതാവാന്ന് പറഞ്ഞാൽ പലതാകാൻ അനേകം മാർഗങ്ങളുണ്ട്. ഒന്നായിരിക്കുന്നതിനെ പൊട്ടി നുറുങ്ങി പലതാകാം.
തന്നെ പോലെ വേറെ കുറെ കൂടി ഉണ്ടാക്കിയിട്ട് പലതാകാം. വേറെ വല്ലതിനോടും ചേർന്ന് താനും അതും തമ്മിലുള്ള പ്രതിപ്രവർത്തനം കൊണ്ട് വല്ലതൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയും പലതാകാം. പലതാകാൻ അനേകം പ്രക്രിയകൾ ഉണ്ട്. അങ്ങനെ വല്ല പ്രക്രിയ കൊണ്ടും സത്ത പലതായിട്ടുണ്ടോ? പലതായി എന്നത് നമ്മുടെ അനുഭവമാണ്. ജഗത്ത് എന്ന് പറയുന്നത് അസംഖ്യം വിഷയങ്ങളുടെ സമാഹാരമാണല്ലോ. അതെല്ലാം സത്ത് തന്നെ അങ്ങനെ ആയിത്തീർന്നതുമാണല്ലോ. അപ്പൊ പലതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ പലതായി എന്ന് പറഞ്ഞു വിട്ടാൽ പോരാ. വിജ്ഞാനത്തിൽ ഇത് വിജ്ഞാനമാകണമെങ്കിൽ അതെങ്ങനെ പലതായി എന്ന് പറയണം. പ്രക്രിയയാണ് പ്രധാനം. ഏത് പ്രക്രിയ കൊണ്ട് ഏകമേവ അദ്വിതീയമായ സത്ത് പലതായി? ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഉപനിഷത്തിൽ അതിന് ഉത്തരവില്ല. യഥാർത്ഥ വിജ്ഞാനത്തിൽ, സമ്യക് ജ്ഞാനത്തിൽ, സത്ശാസ്ത്രത്തിൽ അങ്ങനെ ഉത്തരമില്ലാതിരിക്കാൻ പറ്റില്ല. ഉത്തരമില്ല എങ്കിൽ ശാസ്ത്രത്തിൽ കൈയിട്ടുവാറൽ നടന്നിട്ടുണ്ട്. അതെങ്ങനെയായി എന്ന് പറയുന്ന പദം അഥവാ പദങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതെടുത്ത് നീക്കിയതിന് പകരം വേറെ എന്തോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രാർത്ഥത്തെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് തീർച്ച. അതാണ് ഇവിടെ സംഭവിച്ചത്. ജഗത്സ്യാം പ്രജായ എന്നായിരുന്നു മൂലവാക്യം. അങ്ങനെയാണ് വേണ്ടത്. ജഗത്സ്യാം പ്രജായ എന്ന് പറയുമ്പോൾ അവിടെ പലതായി എന്ന താല്പര്യം കിട്ടുന്നു. അതേസമയം വാച്യാർത്ഥമായിട്ട് ഏത് പ്രക്രിയ കൊണ്ട് പലതായി എന്ന് പറയപ്പെടും. ജഗത്ത് ശ്യാം പ്രജായ, ജഗത്താകട്ടെ, ഞാൻ ജഗത്താകട്ടെ എന്ന് സങ്കല്പിക്കും. അപ്പൊ തഥേക്ഷത, അത് സങ്കല്പിച്ചു എന്ന് പറഞ്ഞു. എന്താണ് സങ്കല്പിച്ചത്? ഞാൻ ജഗത്താകട്ടെ എന്ന് സങ്കല്പിച്ചു. എന്താണ് ജഗത്ത്? ഗച്ഛതി ഇത് ജഗത്ത്, ഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ജഗത്തിന്. ഇവിടെ ഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് ചെന്ന് ചേരലല്ല. സാധാരണ ഗമനം എന്ന ക്രിയയുടെ അർത്ഥം അതാണ്. സ്ഥാനാദ് വിയോഗ, ഒരു സ്ഥാനത്തു നിന്ന് വിയോഗം, അവിടുന്ന് വേർപാട്. സ്ഥാനാന്തര പ്രാപ്തി, വേറൊരു സ്ഥാനത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ ഒരിടം വിട്ട് വേറൊരിടത്ത് ചെന്ന് ചേരുന്നതിനെ ആണ് ഗമ എന്ന ധാതു പറയുന്നത്. ആ വാച്യാർത്ഥം ഇവിടെ ഘടിക്കില്ല. ഗമധാതുവിന്റെ വാച്യാർത്ഥം എവിടെയും ബാധിച്ചു വന്നു. ഈ ജഗത്ത് എന്ന പദത്തിന്റെ ഉത്പത്തി ചിന്തിക്കുമ്പോഴും ഗച്ഛതീതി ജഗത്ത് എന്നതില് ഗച്ഛ എന്ന ധാതുവിന്റെ മുഖ്യാർത്ഥം ബാധിച്ചു. അപ്പൊ ലക്ഷണം കൊണ്ട് വേറെ അർത്ഥം തോന്നും ആണല്ലോ. വേറെ വ്യാപാരം, ലക്ഷണ വ്യാപാരം പ്രവർത്തിക്കും. അപ്പൊ ഈ ഗച്ഛതി എന്ന പദം ലക്ഷണ വ്യാപാരം കൊണ്ട് വേറെ അർത്ഥത്തെ തോന്നിക്കുന്നു. അതെന്താണ്? ഒരു സ്ഥാനം വിട്ട് വേറെ സ്ഥാനത്ത് ചേരുക എന്നതിന് പകരം ഒരവസ്ഥയെ വിട്ട് വേറെ അവസ്ഥയെ പ്രാപിക്കുക എന്നർത്ഥത്തിലാണ്. ഒരവസ്ഥ വിട്ട് വേറെ അവസ്ഥയെ പ്രാപിക്കുന്നു. ഇവിടെ ആ വിട്ട അവസ്ഥയ്ക്ക് മേലെയുള്ള അവസ്ഥയാണ് പ്രാപിക്കുന്നത്. അപ്പോൾ ഒരവസ്ഥ വിട്ട് അതിനും മേലെയുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. പിന്നെ അതും വിട്ട് അതിന് മേലുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. പിന്നെ അതും വിട്ട് അതിന് മേലുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. ഇങ്ങനെ മേൽക്കുമേലുള്ള അവസ്ഥയെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. അനന്തമായിട്ട് മേൽക്കുമേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു.
ഉപരി അവസ്ഥകളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ജഗത്. അപ്പൊ അവിടെ ഗച്ഛ ധാതുവിന് ഉത്ക്രമിക്കുന്നു എന്നർത്ഥം കിട്ടും. ക്രമീകരിച്ചാണ് ഉത്തരഞ്ജമയപ്പോട്ട് ക്രമു പദവിന്യാസേ, ക്രമു എന്ന ധാതുവിന് കാൽ വെക്കുക എന്നർത്ഥം. അപ്പൊ മേൽപോട്ട് കാൽ വെക്കുക. അപ്പൊ കോണി കയറി പോണതുപോലെ മുകളിലേക്ക് കാൽ വെച്ച് പോവുക. അല്ലെങ്കിൽ ചരിഞ്ഞു കിടക്കുന്ന കുന്ന് അല്ലെങ്കിൽ പർവ്വതം ഉണ്ടെന്ന് വിചാരിക്കുക, അതുമേലേക്ക് കയറി പോകുന്നു. അങ്ങനെ മേൽപോട്ടേക്ക് കയറി പോകുന്നത് ഇതാണ് ഉത്ക്രാന്തി. ക്രമിക്കുന്നു, മേൽപോട്ട് കാൽവെക്കുന്നു. ഇപ്പൊ ഒന്നും പലതായത് ഉത്ക്രാന്തി എന്ന പ്രക്രിയയിൽ കൂടിയാണ് എന്ന് ഈ വാക്യം ബോധിപ്പിക്കും. അവിടെ വാച്യമായിട്ട് പറയുന്നത് പ്രക്രിയയാണ്. ആ വാച്യാർത്ഥം വഴിയെ പലതാകലിന്റെ ബോധിപ്പിക്കുന്നു. ക്രമിച്ചാൽ പലതാവുമല്ലോ, ഒന്ന് ഉത്ക്രമിച്ചാൽ അത് പലതാവും. ഉത്ക്രാന്തിയിൽ കൂടിയാണ് ഈ ഏകമേവ അദ്വിതീയമായിരിക്കുന്ന സത്ത് പലതായത്. പലതായി എന്ന് തന്നെ നിഷേധിക്കുന്നില്ല, പലതായിട്ടുണ്ട്. പക്ഷെ പലതായി എന്ന് പറഞ്ഞത് വിജ്ഞാനമാവില്ല. എങ്ങനെ പലതായി എന്ന് പറയണം, എങ്ങനെ ആയില്ല എന്നും പറയണം. പിന്നീട് അതൊക്കെ വരണ്ട്, മറ്റു പ്രകടനങ്ങളിൽ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ ആവില്ല, എങ്ങനെ ആവുമെന്നൊക്കെ പറയണ്ട. പക്ഷെ അതുപോരാ. ഈ ജഗത്തിന്റെ ഉത്പത്തിയെ വിചാരിക്കുന്ന തത്വമസി തന്നെ പറയണം. വേറെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ പോരാ. ഇത് ആദ്യമായിട്ട് എവിടെയാണോ പറയുന്നത് അവിടെ തന്നെ പറയണം. അതാണ് ശാസ്ത്രമര്യാദ. അപ്പോഴിത് ശരിക്കൊരു വിജ്ഞാനത്തിന്റെ പ്രതിപാദനമാവുള്ളൂ. അതുകൊണ്ട് ബഹുസ്യാം പ്രജായ എന്നത് പ്രക്ഷിപ്തമാണ്. അതായിരുന്നില്ല ശരിയായ നിർവചനം, വാക്യം. ജഗസ്യാം പ്രജായ എന്നായി, ജഗത്താവട്ടെ. അങ്ങനെ സങ്കല്പിച്ചപ്പോൾ അത് ഉത്ക്രമിച്ചു. പിന്നെ ഭാഷ്യത്തിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയിത്തീർന്നു. ഇതാണ് ഭാഷ്യം. സങ്കല്പിച്ച് അവയവരചന ചെയ്ത് എല്ലാം ആയിത്തീർന്നു. ജഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആയിത്തീർന്നു. ആ വിഷയങ്ങൾ അതിനു മുമ്പേ എന്ന് പറഞ്ഞാൽ അവയവരചന നടക്കണം. ഓരോന്നും വേറെ. ഈ അവയവങ്ങളെല്ലാം രചിച്ചു. രചന എന്ന ഒരു ക്രിയ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞ ഇതില് ഉത്ക്രാന്തി എന്ന പ്രക്രിയയിൽ ഉത്ക്രാന്തി എപ്പോഴും രചനാത്മകമാണ്. എവല്യൂഷൻ ഈസ് ഓൾവേസ് ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് എവല്യൂഷൻ എന്നതാണ് എവല്യൂഷന്റെ അർത്ഥം. ക്രിയേറ്റീവ് എവല്യൂഷൻ, രചനാത്മകമായ ഉത്ക്രാന്തി അല്ലെങ്കിൽ സർഗാത്മകമായ ഉത്ക്രാന്തി. ഇപ്പൊ സർജനം, സൃഷ്ടി നടക്കണ്ട, അവയവങ്ങൾ ഉണ്ടാക്കുന്നു, അത് അവയവിയാകുന്നു. ഇങ്ങനെ ഈ രചന അഥവാ സർഗപ്രക്രിയ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. അങ്ങനെയാണിത് പലതാവണത്. ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഈ വാക്യങ്ങളെ മനനം ചെയ്യും പൂർവജ്ഞാനം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം നേരെ അനുഭവമായിട്ട് വരുന്നു. നമ്മുടെ മനസ്സ് കാണുന്നു, ഇതെങ്ങനെ നടക്കണേ, എന്താ നടക്കണേ, എങ്ങനെ നടക്കണേ, ഇങ്ങനെ അല്ലാണ്ട് നടക്കാൻ പറ്റുമോ? ഇതെല്ലാം നമ്മൾ കാണണം മനസ്സുകൊണ്ട്. ഇതിങ്ങനെയേ നടക്കാൻ പറ്റുള്ളൂ, ഓരോരു വിധം നടക്കാൻ പറ്റില്ല.
ഇതിങ്ങനെ നടന്നേ മതിയാവൂ, ഇങ്ങനെ നടക്കാതെ ജഗത്തുണ്ടാവില്ല. അപ്പൊ ജഗത് കാരണം ആയ സത്ത എങ്ങനെ ജഗത്തായി എന്നതിൻ്റെ പൂർണ്ണമായ ധാരണ ഈ വാക്യം ഉണ്ടാക്കുന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിന് അനുഭൂതിയായിട്ട് കിട്ടും. ഇതാണ് അനുഭവ ഗോചരീഭാവ്യ അർത്ഥം എന്ന് പറയുന്നത്. അനുഭവഗോചരീഭാവ്യമായ അർത്ഥത്തെ പ്രതിപാദിക്കുന്ന വാക്യം ശബ്ദപ്രമാണം. അങ്ങനെ അല്ലാത്ത വാക്യം ശബ്ദപ്രമാണമല്ല. ഇതാണ് ശബ്ദപ്രമാണത്തിന്റെ ലക്ഷണം. ഇവിടെ നിർത്താനോ? സമയം കഴിയാറായി.